നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 20/2/2026 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടുകയാണ്. ചെട്ടക്കറി അതായത് ഒട്ടുപാലും വില കൂടുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഡെയിലിയുള്ള വില വിവരങ്ങൾ ഈ ചാനലിലൂടെ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. കോട്ടയം ബോർഡ് വില RSS 4 കിലോ 214 രൂപ 50 പൈസ, RSS 5 കിലോ 210 രൂപ 50 പൈസ, ISNR 20 192, ലാറ്റസ്റ്റ് 67 DRS 144 രൂപ 75 പൈസ. ഇതാണ് കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 214 രൂപ 50 പൈസ, RSS 5 കിലോ 210 രൂപ 50 പൈസ. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിൻ്റെ മറ്റിനെ ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 206, ലോട്ട് കിലോ 193 196. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRS ഉള്ള ഒട്ടുപാൽ കിലോ 142, 60% DRS ഉള്ള ഒട്ടുപാൽ കിലോ 106 രൂപ 50 പൈസ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 216 രൂപ 10 പൈസ, RSS 5 കിലോ 215 രൂപ 66 പൈസ. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 203, RSS 5 കിലോ 200. കേരളത്തിലെ വ്യാപാര വില നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 206 രൂപ 50 പൈസ, RSS 5 കിലോ 205 രൂപ, ISNR 20 186 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRS ഉള്ള ഒട്ടുപാൽ കിലോ 126 മുതൽ 145 രൂപ. ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 200 രൂപ, ഫാക്ടറി വില 210 രൂപ. 25% DRS ഉള്ള 200 ലിറ്റർ പാലിന് 10,000, 30% DRS ഉള്ള 200 ലിറ്റർ പാലിന് 12,000, 35% DRS ഉള്ള 200 ലിറ്റർ പാലിന് 14,000. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. നല്ല ശക്തമായ മഴ, ഭൂമി തണുത്തതിന് ശേഷം റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കുക. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,345, ഒരു പവന് 1,14,760. അതുപോലെ 24 ക്യാരറ്റ് 15,649, ഒരു പവന് 1,25,192. അതുപോലെ 18 ക്യാരറ്റ് 11,737, ഒരു പവൻ 93,896. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 210 രൂപയും ഒരു പവൻ്റെ മുകളിൽ 1,680 രൂപയാണ് കൂടിയത്. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 80, പച്ചത്തേങ്ങ 50 മുതൽ 80, കാഞ്ഞിരക്കുരു 1,880, കശുവണ്ടി 140, കൊക്കോ 330, കച്ചോലം ഉണങ്ങി 480, വെളിച്ചെണ്ണ ലിറ്റർ 430, കൊപ്ര എടുത്തപടി 182 രൂപ 50 പൈസ, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1,880, കയർ ഇഴക്കയർ 10, കരിപ്പട്ടിക്കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 300, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പു 930, പിണ്ണാക്ക് സ്പെലർ 44, റോട്ടറി 44, കുരുമുളക് അൺകാറുള്ള കിലോ 702, കുരുമുളക് പുതിയത് 692, കുരുമുളക് കാറുള്ള കിലോ 722, ചുക്ക് ബെസ്റ്റ് 350, മഞ്ഞൾ സെല് 155, പൈനാപ്പിൾ പച്ച 51, പഴം 54, വയനാടൻ കുരുമുളക് 695, കുരുമുളക് നാടൻ 695, നെല്ല് കിൻഡൽ 2,500. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഫോൺ ഒരു നാഴികക്കല്ലാണ്. നിരവധി പേരാണ് ഇപ്പോൾ കണക്ഷൻ എടുക്കുന്നത്. ഇതിനെക്കുറിച്ച് കൊല്ലം MP NK പ്രേമചന്ദ്രൻ നിരവധി ചോദ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്. ഫോണിന് കേന്ദ്ര സർക്കാർ ലൈസൻസ് നൽകിയിട്ടുണ്ടോ? ലൈസൻസ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ, ലൈസൻസിന് വേണ്ടി സമർപ്പിച്ച രേഖകൾ അനുസരിച്ചാണോ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്? പദ്ധതിയുടെ പുരോഗതി കേന്ദ്ര സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ? തുടങ്ങിയ പല ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. ഇതിനെല്ലാം വ്യക്തമായ ആൻസറാണ് കേന്ദ്ര സർക്കാരും കൊടുത്തത്. കേന്ദ്ര സർക്കാർ പറഞ്ഞത് വ്യക്തമായ മാനദണ്ഡമനുസരിച്ചാണ് ഫോൺ വർക്ക് ചെയ്യുന്നത്. കുറഞ്ഞ ചെലവിൽ അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ ഫോൺ 1.5 ലക്ഷം കണക്ഷനുമായാണ് കുതിപ്പ് തുടരുന്നത്. അതിനിടയിലാണ് ഈ പ്രേമചന്ദ്രൻ്റെ ഈ പല ചോദ്യങ്ങളും കൂടി. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.